ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മേക്കേഴ്സ് ഹബ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷായി തുക്കട പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ അവിടെയൊക്കെ ആദ്യമായിട്ട് ഇതുണ്ടാക്കും. അത് ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ഷായി തുക്കട പറഞ്ഞാൽ റോയൽ സ്വീറ്റ്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിത് പറഞ്ഞു തരാം. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ഫ്രണ്ട്സ്, ഞാൻ 7 ബ്രെഡ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഞാൻ മൊത്തം കട്ട് ചെയ്ത് മാറ്റി. അപ്പം ഞാനിങ്ങനെ 4 പീസസ് ആക്കി, ഒരു ബ്രെഡ് 4 പീസസ് ആക്കി ഞാൻ വെച്ചേക്കുക. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, സ്റ്റൗ അടുപ്പത്ത് വെച്ചു. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ മതി. അപ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നെയ്യിൽ വറുത്തെടുക്കാം, നല്ലൊരു ഫ്ലേവർ വരും. പക്ഷെ ഞാൻ എണ്ണയ്ക്കകത്ത് നെയ്യ് മിക്സ് ചെയ്യുവാന്നേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ബ്രെഡിൻ്റെ സ്ലൈസ് ഇടാം. തീരെ ഫ്ലെയിം സ്ലോ ആയിട്ട് വെക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അധികം ഹാർഡായിട്ട് നമുക്ക് വേണ്ട, ഇച്ചിരി സോഫ്റ്റായിട്ട് ഇരിക്കാൻ. ഇത് നമ്മൾ ഇടുമ്പോൾ അങ്ങ് ബ്രൗൺ കളറാവും. അതിന് നമുക്ക് ഹാർഡായിട്ട് വേണ്ട. നമുക്ക് ഈ ബ്രൗൺ കളർ മതി. അപ്പോൾ നമുക്കിത് എടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ തോർത്തിട്ടേ എടുക്കാവൂ. വളരെ എളുപ്പമായത് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പം ഇങ്ങനെ തന്നെ അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസും അങ്ങിട്ട് കൊടുക്കുക. അടുത്ത് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിനകത്ത് ഞാൻ പാല് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 7 ബ്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചേക്കുക, കുറച്ചേ ഉള്ളൂ. ആ പാലിനകത്ത് ഞാൻ 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുവാണേ. എന്നിട്ടിത് മിക്സ് ചെയ്യാൻ നല്ലപോലെ. നല്ലപോലെ മിക്സ് ചെയ്യണം, അടുക്കി കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലിലോട്ട് നമുക്ക് നമ്മൾ മിക്സാക്കി വെച്ചില്ലേ ഈ പാലങ്ങ് ഒഴിക്കാം, കസ്റ്റർഡ് പാൽ. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് തിളപ്പിക്കണം. 2-3 മിനിറ്റ് മതി, അധികം കട്ടിയായി പോകല്ലേ. എന്നിട്ട് ഞാൻ 5 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. അപ്പോൾ ഈ കാച്ചി വെച്ച പാല് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് അല്ലായിരുന്നു, അത് നമുക്ക്
പാനിനകത്തോട്ട് മിക്സ് ചെയ്യാം. അധികം അകത്തോട്ട് ഡീപ്പാക്കി വെക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. കാണാൻ നല്ലതായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സ്. എന്താ വേണമെങ്കിലും ഇടാം. പോമോഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സും ഇടാം നിങ്ങൾക്ക്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.